പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കൊണ്ട് പ്രശസ്തമായ ഒഡീഷയിലെ പാർത്ത മഹായിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന് കാണ്ടമൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളും എത്തി. കാണ്ടമൽ കലാപത്തിൽ രക്തസാക്ഷികളായവരെ വത്തിക്കാൻ അംഗീകരിക്കാൻ ഇടയായതിന് പിന്നിൽ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടെന്ന് കാണ്ടമാൽ രക്തസാക്ഷിയായ ലെൻസ ഡിഗാളിൻ്റെ മകൻ സുഭാഷ് ഡിഗാൾ പറഞ്ഞു. 25,000-ലധികം വിശ്വാസികളാണ് തിരുനാളിൽ സംബന്ധിച്ചത്. 50 വൈദികരും പങ്കെടുത്തു. കട്ടക് ഭുവനേശ്വർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോൺ ബറുവ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1994 മാർച്ച് 5-ന് പാർത്ത മഹാമലമുകളിൽ വിറക് ശേഖരിക്കാൻ പോയ കോമളാദേവി എന്ന ഹൈന്ദവ വിധവയ്ക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ ജപമാലയുമേന്തിയ ഒരു സ്ത്രീയെയാണ് അന്ന് കോമളാദേവി കണ്ടത്. പാപികളുടെ മാനസാന്തരത്തിനായി ജപമാല ചൊല്ലുന്നതിനായി അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ പ്രദേശത്തെ കത്തോലിക്ക വൈദികനോട് പറയുവാൻ ഈ സ്ത്രീ തന്നോട് ആവശ്യപ്പെട്ടതായി കോമളാദേവി അയൽക്കാരോട് പറഞ്ഞെങ്കിലും അവർ ഇത് കാര്യമായി എടുത്തില്ല. പിന്നീട് കോമളദേവി മലമുകളിൽ പോയപ്പോൾ രണ്ടാമതും മാതാവ് പ്രത്യക്ഷപ്പെടുകയും താൻ ഈശോയുടെ മാതാവാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടു. അന്നത്തെ കട്ടക് ഭുവനേശ്വർ അതിരൂപതയുടെ വികാരി ജനറലായിരുന്ന ഫാദർ അൽഫോൻസ് ബാലിയാർ സിംഗിനോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കോമളദേവിക്ക് അവസരം ലഭിച്ചതിനെ തുടർന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ബനിയൻ മരത്തിനടുത്ത് ഒരു ഗ്രോട്ടോ സ്ഥാപിച്ചത്. തുടർന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ആഗ്നസായി മാറിയ കോമളാദേവി 2020 മാർച്ച് 27-നാണ് മരിച്ചത്.